സാർ എന്തുകൊണ്ടായിരിക്കും കെ സുരേന്ദ്രനും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും വിചാരിച്ച ഒരു ഫലം ലഭിക്കാതിരുന്നത്? ബി ജെ പി 3 സീറ്റുകൾ നേടി, പക്ഷെ എങ്കിൽ പോലും മറ്റു നേതാക്കൾക്കൊന്നും ആ വിചാരിച്ച ഒരു ഫലം ലഭിച്ചില്ല, അല്ലെ? എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു കാര്യമുണ്ട്. ഈ ഈ രണ്ട് മണ്ഡലങ്ങൾ, ഒന്ന് മഞ്ചേശ്വരം, പിന്നൊന്ന് പാലക്കാടും, ബി ജെ പി ഏറ്റവും അധികം ഫോക്കസ് ചെയ്ത് വളരെ സെലിബ്രേറ്റഡ് ആയിട്ട് പ്രചരണം നടത്തിയ രണ്ട് മണ്ഡലങ്ങളാണത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവിടെ ബി ജെ പി ജയിക്കരുത് എന്ന ഉദ്ദേശത്തോടുകൂടി ഇരു മുന്നണികളും പരസ്പരം ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടിടത്തും അത് ചെയ്തിട്ടുണ്ട്. പാലക്കാടും ചെയ്തിട്ടുണ്ട്, മഞ്ചേശ്വരത്തും ചെയ്തിട്ടുണ്ട്. അതിലെ പ്രത്യേകിച്ച് ഇടതു മുന്നണിയാണ് അത് ചെയ്തിരിക്കുന്നത്. അത് അവർക്ക് കിട്ടിയ അവർ ഏത് ലെവലിൽ നിൽക്കുന്നു, ഇടതുമുന്നണിക്ക് കിട്ടിയ വോട്ട് നോക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കും ഇപ്രാവശ്യത്തേക്കും തമ്മിലുള്ള വോട്ടിന്റെ പെർസെന്റേജ് നോക്കിയാൽ തന്നെ, ആ കണക്കുകൾ നോക്കിയാൽ തന്നെ അറിയാം, ബി ജെ പിയെ പരാജയപ്പെടുത്തുക ഒരു കാരണവശാലും അവിടെ ഒന്ന് ബി ജെ പി ജയിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അവിടെ ക്രോസ് വോട്ടിംഗ് നടന്നു. അതാണ്. ഒരിക്കലും ഇത്തവണ ക്രോസ് വോട്ടിംഗ് ഉണ്ടാവില്ല എന്നൊക്കെ ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അവിടെ ക്രോസ് വോട്ടിംഗ് നടന്നു എന്നുള്ളത് വളരെ വ്യക്തമാണത്. അതിന്റെ ഫലമായിട്ടാണ് ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും പരാജയപ്പെട്ടത്. ന്യൂനപക്ഷ സമുദായങ്ങൾ സംഘടിച്ചുകൊണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം കൂടി. അത് മാത്രമല്ല, ന്യൂനപക്ഷ സമുദായങ്ങൾ എന്തായാലും സംഘടിച്ചുകൊണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും. അത് സ്വാഭാവികമായ കാര്യമാണത്. അക്കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അത് മാത്രമല്ല, അതെന്നും അങ്ങനെ തന്നെയായിരുന്നു. അതേപോലെ എക്കാലത്തും നടന്നുള്ള പോലെ കൃത്യമായി ഇടതുമുന്നണിയുടെ വോട്ടുകൾ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഇടതുമുന്നണി ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ കാരണം. ഇപ്പൊ നമ്മള് വട്ടിയൂർക്കാവിലൊക്കെ വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും ഒക്കെ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വിജയിച്ച മണച്ചാത്തന്നൂരും ഒക്കെ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CPM-ന്റെ വോട്ടുകളാണ് ബി ജെ പിക്ക് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ അവരുടെ നേതാക്കൾ തന്നെ തുറന്ന് പറയുന്നുണ്ട്, CPM-ന്റെ ഒരുപാട് വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിലും വാസ്തവമുണ്ടോ? അതിലും വാസ്തവമുണ്ട്. കാര്യം നോക്കൂ, ബി ജെ പി ജയിച്ച മണ്ഡലങ്ങൾ നോക്കൂ. നേമം, ചാത്തന്നൂര്, കഴക്കൂട്ടം, ഇത് മൂന്നും ഇടതുമുന്നണിയുടെ മണ്ഡലങ്ങളായിരുന്നു. ആ ഇടതുമുന്നണിയുടെ ഒരു സമയത്ത് ഇടതുമുന്നണിയുടെ വളരെ കോട്ടകളായിരുന്നു ഇവ. ഇവിടെ മൂന്നിടത്തു നിന്നും ഈ പറഞ്ഞ പോലെ ഇടതുമുന്നണിയിലെ സ്ഥിരമായി ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, ഇടതുമുന്നണിയുടെ സിമ്പതൈസേഴ്സ് ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ വിജയത്തിൽ ഒരു നിർണായകമായ പങ്ക് വഹിച്ചിട്ടുമുണ്ട്. നമുക്കറിയാം, ഈ CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങൾ പിന്നെയും ബി ജെ പിക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും ഭരിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങൾ ബി ജെ പിക്ക് അതുപോലെ പിടിച്ചെടുക്കുന്നതിൽ പ്രയാസമുണ്ട്, അല്ലെ? അത് തന്നെയാണ് മഞ്ചേശ്വരത്തും പാലക്കാടും സംഭവിച്ചത്. ഇപ്പൊ ഈ ന്യൂനപക്ഷ വോട്ട് സംഘടിതമാകുന്നിടത്തൊക്കെ തന്നെ ആ ഒരു പ്രയാസം ഉണ്ട് ബി ജെ പിക്ക്, അല്ലെ? അല്ല, അത് ബി ജെ പിയുടെ മുമ്പിലുള്ള ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്, ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയാണത്. നമ്മള് കാണാതിരുന്നിട്ട് കാര്യമില്ല. കാര്യം കോൺഗ്രസിന്റെ വോട്ടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഈ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടിത ന്യൂനപക്ഷ വോട്ടുകളാണ്. കേരളത്തിൽ ഇത്തവണ ഈ കോൺഗ്രസിന് UDF-ന് ഇത്ര വലിയ വിജയം ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം, ഒന്ന് ഈ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം, പിണറായി വിരുദ്ധ വികാരം, പാർട്ടി CPM വിരുദ്ധ വികാരം ഒക്കെ ഉണ്ട്. അത് വലിയ രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനേക്കാളിലൊക്കെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളുടെ കൺസോളിഡേഷൻ UDF-ന് അനുകൂലമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഒരു 90% മുസ്ലിം വോട്ടുകളും UDF-ന് ലഭിച്ചിട്ടുണ്ട്. ഒരു 70-80% ക്രിസ്ത്യൻ വോട്ടുകളും UDF-ന് ലഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഈ തരംഗവും കൂടി ചേർന്നപ്പോഴാണ് ഇത്ര വലിയ വിജയത്തിലേക്ക്, ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് കോൺഗ്രസ് പോയത്. അപ്പം ഈ സംഘടിത ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളാണ് UDF-ന്റെ ഏറ്റവും വലിയ കരുത്ത്. അത് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ബി ജെ പിക്ക് അത്ര എളുപ്പമല്ല. അത് വലിയ വെല്ലുവിളി തന്നെയാണത്. അത് ബി ജെ പി എങ്ങനെ അത് ആലോചിച്ച് തീരുമാനിക്കണം. അത് എന്നാല് CPM-ന്റെ ഇടതുമുന്നണിയുടെ പ്രധാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ മുന്നണികളല്ല, അത് ഹിന്ദു വോട്ട് ബാങ്ക് തന്നെയാണ്, ഹിന്ദുക്കൾ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് CPM ആണ്. അത് സംശയമില്ലാത്ത കാര്യമാണത്. പ്രത്യേകിച്ച് തെക്കോട്ടുള്ള കൊല്ലം, തിരുവനന്തപുരം ബെൽറ്റിലുള്ള ഈഴവ വിഭാഗം വളരെ ശക്തമാണ്.
അതാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ പിന്തുണ. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് എളുപ്പം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് ഇടതുമുന്നണിയുടെ വോട്ടുകൾ തന്നെയാണ് എന്നുകൂടിയാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. അപ്പൊ അതുമാത്രമല്ല, ബി ജെ പി ക്രിസ്ത്യൻ വോട്ട് ലഭിക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ ബി ജെ പി നടത്തിയതാണ്. അരമനകൾ തോറും കയറി ഇറങ്ങിയതാണ്. അതോടൊപ്പം തന്നെ അവര് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ നടത്തിയതാണ്. പക്ഷെ അവര് പരസ്യമായിട്ടും കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്തു, അല്ലേ? അതെ, അത് ബി ജെ പിയുടെ ക്രിസ്ത്യൻ വോട്ട് റീച്ച് പൂർണ്ണ വിജയത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അതും ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. ഞാനിപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ FCRA ബില്ലിൽ അവസാന നിമിഷം കേന്ദ്ര ഗവൺമെന്റ് ഈ കേരളത്തിൽ നിന്ന് ഇവിടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നോ എന്ത് കാരണം കൊണ്ടായാലും ശരി ആ കളി കളിക്കാതെ ആ ബില്ല് പാസ്സാക്കിയിരുന്നെങ്കിൽ ഇവിടുത്തെ സാധാരണ ക്രിസ്ത്യാനികൾ വീണ്ടും വോട്ട് ചെയ്യുമായിരുന്നു എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണ ആൾക്കാരുണ്ടല്ലോ, ഈ അച്ഛന്മാര്, ബിഷപ്പുമാര്, അങ്ങനെയുള്ളവരല്ല, ആ വരേണ്യവർഗമല്ല, സാധാരണ ക്രിസ്ത്യാനികൾ, അവർ ഒരു 90% ഈ FCRA ബില്ലിന് അനുകൂലമായിരുന്നു. നമ്മൾ അവരോട് നേരിട്ട്, നമുക്ക് സാധാരണക്കാരോട് നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നേരിട്ടൊന്ന് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ FCRA ഈ ഫോറിൻ ഫണ്ട് കൊണ്ട് ഇങ്ങനെ വരുന്ന കോടിക്കണക്കിന്, ആയിരക്കണക്കിന് കോടി രൂപ കൊണ്ട് ഇവിടുത്തെ സാധാരണ ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രയോജനവുമില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അതവർക്ക് അറിയുകയും ചെയ്യാം. ആ FCRA ബില്ല് പാസ്സാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിൽ കൂടുതൽ ക്രിസ്ത്യൻ വോട്ട് ബി ജെ പിക്ക് ലഭിക്കുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ബി ജെ പിക്ക് ഭാവിയിലും ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ നിലയിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് ലഭിച്ചുകൂടാ? ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയുടെ അകന്നു നിൽക്കുന്നത്? പ്രത്യേകിച്ച് കേരളത്തിൽ ബി ജെ പിയുടെ അകന്നു നിൽക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിലനിൽക്കുന്ന ഒരു ആന്റി ബി ജെ പി, ആന്റി ഹിന്ദുത്വ, അല്ലെങ്കിൽ ഈ ബി ജെ പി എന്നോ സംഘപരിവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ നടക്കുന്നവരാണ് എന്ന ആ ഒരു പതിറ്റാണ്ടുകൾ നീണ്ട പ്രചാരണം അവരിൽ വലിയ സ്വാധീനം ചെലുത്തി നിൽക്കുന്നത് കൊണ്ട് കൂടിയാണത്. അത് ഈ പറഞ്ഞ പോലെ അത് മാറാൻ ഒരു പക്ഷേ കാലങ്ങളെടുക്കും, ഒരുപാട് സമയമെടുക്കുന്ന കാര്യമാണത്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ നമ്മുടെ കേരളത്തിലെ ഈ മഞ്ചേരിയും മലപ്പുറവും പൊന്നാനിയും പോലൊക്കെയുള്ള സീറ്റുകളുണ്ട് ഈ ഉത്തർപ്രദേശിലും മറ്റുമൊക്കെ. അങ്ങനെയുള്ളിടത്ത് 60-70% മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ അവിടെ ബി ജെ പി ജയിക്കുന്നുണ്ട്. എത്രയോ സ്ഥലങ്ങളിലെ, അതായത് കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യൻസ് ഉണ്ട് ഗോവയില്. ക്രിസ്ത്യൻ വിഭാഗത്തിന് നിർണായകമായ സ്വാധീനമുള്ള ഗോവയില് പതിറ്റാണ്ടുകളായി ഭരിക്കുന്നത് ബി ജെ പിയാണ്. 80-90% മുസ്ലിങ്ങളുള്ള നോർത്ത് ഈസ്റ്റിലെ ഏതാണ്ട് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും, മിസോറാം മറ്റോ ഒഴിച്ച് സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ജെ പിയാണ്. ഇവിടൊക്കെ സാധിക്കുന്ന ഒരു കാര്യം കേരളത്തിലും അസാധ്യമൊന്നുമല്ല, ബട്ട് ഇറ്റ്സ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. അതിന് ബി ജെ പി ഇനിയും ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും ബി ജെ പിക്ക് അങ്ങനെ ക്ഷമ എന്നുള്ളത് ബി ജെ പിക്കുണ്ട്. തോറ്റ് ജയിച്ചവരാണ് അവർ വീണ്ടും കാത്തിരുന്ന് കഠിനാധ്വാനം ചെയ്ത് ആ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കടക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കേരളം പിടിക്കാൻ ബി ജെ പിക്ക് ഒരുപാട് പാടുപെടേണ്ടി വരും, അല്ലേ? തീർച്ചയായിട്ടും കേരളം പിടിക്കുക എന്നുള്ളതല്ല, കേരളം പിടിക്കാനല്ല, ഏതൊരു തെരഞ്ഞെടുപ്പും ഏത് പാർട്ടിയായാലും ഒരുപാട് പാടുപെട്ടും കഷ്ടപ്പെട്ടും ഒക്കെ തന്നെയാണ് ജയിക്കുന്നത്. ഇപ്പൊ UDF ഇത്തവണ എന്താ ഇവിടെ ജയിച്ചതങ്ങ് വെറുതെ അങ്ങ് ജയിക്കുകയായിരുന്നോ ചെയ്തത്? വെറുതെ കയ്യും കെട്ടി വീട്ടിരുന്നുകൊണ്ടാണോ അവർ ജയിച്ചത്? അല്ലല്ലോ. അവർ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം അവർ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് കണ്ടമാനം അധ്വാനിച്ചിട്ടുണ്ട്. ശതകോടിക്കണക്കിന് പണം ഒഴുക്കിയിട്ടുണ്ട്. അവര് പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട്, വേർപ്പൊഴുക്കിയിട്ടുണ്ട്, ജനങ്ങളുടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഏത് പാർട്ടിയും പാടുപെട്ട് തന്നെയാണ് ജയിക്കുന്നത്. ബി ജെ പിയും അതുപോലെ തന്നെയാണ്. ഇത്രയും നാളും ഈ പാടുപെട്ട് ഇലക്ഷൻ മത്സരിക്കും, തോക്കും, അങ്ങനെ തോറ്റാണ് ജയിച്ചത്. ബി ജെ പി ഇപ്പോൾ ഈ 3 സീറ്റിലേക്ക് എത്തിയത്. അത്ര എളുപ്പമുള്ള പടിയല്ല ഈ പൊതുപ്രവർത്തനം, രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത്ര സുഖമുള്ള ഏർപ്പാടല്ല, അത്ര എളുപ്പമുള്ള പരിപാടിയല്ല അത്.